അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 6-ൻ്റെ ഉള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് മഴ അങ്ങോട്ട് മെല്ലെ ഒരു കുറവുണ്ട്. പക്ഷെ എന്നാലും പണിയൊന്നും അങ്ങോട്ട് ആവുന്നില്ല. 2 ദിവസം കൂടുമ്പോൾ ഒരു ലോഡ് അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു ലോഡിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇന്നെന്തായാലും നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് തന്നെയാണ് കിട്ടിയേക്കുന്ന ഒരു ഓട്ടം. അതായത് നമ്മുടെ മുള്ളൻകൊല്ലിക്കാണ് നമുക്കിന്നൊരു 6-ന് ഓർഡർ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 54 യാർഡിലെ ഉള്ളത്. നമ്മളങ്ങനെ 6 ഏകദേശം ലോഡായിക്കൊണ്ടുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് വെയിൽ തന്നെയാണ്, മഴയൊന്നും എവിടെയും പെയ്യുന്നില്ല. പക്ഷെ എന്നാലും പണി അങ്ങോട്ട് തീരെ ആവുന്നില്ല. യാർഡുകളിലാണെങ്കിലും മൊത്തത്തിൽ പണി ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇപ്പോഴും. ഈ സീസൺ മൊത്തത്തിലൊരു പണി കുറവുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം എന്തായാലും ഇപ്പോൾ 2 ഇലക്ഷൻ വരുന്നുണ്ട്. ഇലക്ഷൻ്റെ സമയത്തൊന്നും പഞ്ചായത്ത് അങ്ങനെ ഗവൺമെൻറ് പണികളൊന്നും തന്നെ ഉണ്ടാവില്ല, ഫണ്ട് പാസ്സാവില്ല. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഇപ്പോൾ സീസൺ ആവേണ്ട സമയമായിട്ടും ഇപ്പം പണി തീരെ ആവുന്നില്ല. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ വണ്ടിക്കാരെല്ലാം പോകുന്നത്. കാരണം അടവുണ്ട്. ഇപ്പോൾ സെപ്റ്റംബറിൽ ടാക്സ് കഴിഞ്ഞു, ടാക്സ് അടക്കണം. അങ്ങനെ വണ്ടികളുടെയൊക്കെ ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ ഈ മാസം ബ്രേക്കായി. ഇനിയിപ്പോൾ ബ്രേക്കിനുള്ളത് കണ്ടെത്തണം. അങ്ങനെ കുറേ ചിലവുകളുണ്ട്. പണി കുറവുള്ള സമയത്ത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എല്ലാ വണ്ടിക്കാർക്കും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ 6 കൊണ്ടുപോകുന്നത് ഇൻ്റർലോക്കിന് വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് 6 ഇൻ്റർലോക്ക് ഇടാൻ, പിന്നെ റോഡ് ടാറിങ്ങിന് അങ്ങനത്തേനൊക്കെയാണ് മെയിനായിട്ട് 6 ഇടുന്നത്. അപ്പോൾ അങ്ങനെ ബായി ഏകദേശം 6 ലോഡാക്കിയിട്ടുണ്ട്. നല്ല ലെവലാക്കിയിട്ടാണ് ഇവർ കയറ്റുക. പരമാവധി ഈ മെറ്റലൊന്നും പിന്നെ വലിയ കുഴപ്പമില്ല, ലോഡ് കയറിയാൽ അങ്ങനെ താഴൂല. അല്ലാണ്ട് ഈ എംസാൻഡ് അങ്ങനെ മണൽ ഐറ്റംസ് എല്ലാം പെട്ടെന്ന് താഴും. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി നല്ലോണം ലോഡാക്കി നമ്മളെപ്പോഴും ശ്രദ്ധിക്കും, മേലെ കയറി നോക്കണം എവിടെയെങ്കിലും ലോഡ് കുറവുണ്ടോ കുഴിയുണ്ടോ എന്നുള്ളത്. ചില യാർഡുകളിൽ അവർ കുറച്ച് ചെരിച്ചൊക്കെ കയറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം കയറ്റാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് സൈറ്റ് ചെല്ലുമ്പോൾ അതിൻ്റേതായ വർത്തമാനം അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ലോഡ് കയറ്റി ഇപ്പോൾ നേരെ കാട്ടിക്കുളത്തേക്കാണ് പോകുന്നത്. നമുക്കെന്നാൽ കാട്ടിക്കുളത്ത് നിന്ന് ഒരു 3 കിലോമീറ്റർ അത്രേ പോകാനുള്ളൂ മുള്ളൻകൊല്ലിക്ക്. മൊത്തം ഒരു 7-7.5 കിലോമീറ്റർ. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ കാട്ടിക്കുളം ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ മാറി വെയിലായതുകൊണ്ട് എപ്പോഴത്തെ പോലെ നമുക്ക് പ്രതീക്ഷയാണ് എപ്പോഴും. കാരണം പണിയാവുന്നുള്ളൊരിത്. ഇപ്പോൾ എപ്പോൾ വെയിൽ കണ്ടാലും ഒരാഴ്ച വെയിൽ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മഴയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഭാവിയിലേക്ക് എന്താവും എന്നുള്ളതൊന്നും ഒരു നിശ്ചയമില്ല. എന്തായാലും പണിയാവുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ കാട്ടുകളൊക്കെ പാസ്സായി ഇപ്പം ഏകദേശം നമ്മുടെ മുള്ളൻകൊല്ലി എത്താനായിട്ട് എടർക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ലോഡ് ഇറക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വലിയ കയറ്റം കയറിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഇപ്പോൾ ഈ വലതുവശത്ത് കാണുന്ന നമ്മുടെ എടർക്കുന്നുള്ളൊരു പള്ളിയാണിത്. നല്ലൊരു ഫുള്ള് റൗണ്ടിലുള്ളൊരു പള്ളിയാണത്. അപ്പോൾ നമ്മുടെ സൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കയറ്റമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ലൊരു കയറ്റമുണ്ട്. കയറ്റം കയറി ഏറ്റവും മേലെ എത്തുമ്പോഴാണ് വീണ്ടും ഒരു കയറ്റവും വളവുമായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഒരു 2010 വണ്ടി വന്നിട്ട് കയറാഞ്ഞിട്ട് തിരിച്ചു പോയതാണ് ഈ സ്ഥലത്തേക്ക്. ഇപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഹെവി കയറ്റം, വൺ സൈഡ് കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്ലോപ്പാ ഇങ്ങനെ. എവിടെ ഒടിവാല്ലേ? ഇവിടെ വീട്ടിൽ കയറി കൂടിയവര്
അറിയില്ലല്ലോ. അതെ. എത്തി കിട്ടിയാലും ആ ഷീറ്റ് വിരിക്കണോ? ഇത് വേണം കേട്ടോ.